പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 115-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവെ, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അതിനുള്ള കാരണം എന്താണെന്ന് 1-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആധിപത്യം കർത്താവിൻ്റെതാണ്. ആധിപത്യം കർത്താവിൻ്റെതാണ്. നിങ്ങളുടെ സാമ്രാജ്യങ്ങൾ പോലും കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവർത്തികൾ പരിശോധിക്കും. സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. ഇതൊക്കെ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ആ കർത്താവിന് മഹത്വം നൽകപ്പെടണമെന്നാണ് പറയണേ. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതേ ഉള്ളൂ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് താഴ്മ കാണിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. ആരുടെ മുൻപിലാണെന്നുള്ളതാണ്, ആരുടെ ഭൃത്യനാണെന്നുള്ളതാണ്, ആരുടെ ദാസനാണെന്നുള്ളതാ ചോദ്യം. സർവശക്തനായ, എല്ലാം സൃഷ്ടിച്ചവനായ, ഒരൊറ്റ വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയവനായ, ഒരു കൈതൊടൽ കൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചവനായ, ഒരു പ്രാർത്ഥന കൊണ്ട് അപ്പം വർദ്ധിപ്പിച്ചവനായ, രോഗങ്ങൾ സുഖപ്പെടുത്തിയവനായ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ ഒരു വാക്ക് മാത്രം മതിയായ സർവശക്തനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ടത്. 34-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എൻ്റെ ജീവിതത്തിൻ്റെ ആധാരശിലയായ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും നിയന്താവുമായ, എന്നെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തുമെന്ന വചനം പറയണേ. മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിലാണ് നമ്മൾ അപ്രകാരം വായിക്കുക. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലീചലനം കൊണ്ട് നിയന്ത്രിക്കാനും തറപറ്റിക്കാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. ആ കർത്താവിനോട് നന്ദി പറഞ്ഞ് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുവിശേഷം നമ്മുടെ മുൻപിൽ വരണേ. 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടിട്ട് ഈ 9 പേർക്ക് കിട്ടാതെ പോയ ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഈ ഒരു സെൻസ് ഉണ്ടല്ലോ, തിരിച്ചു ചെന്ന് ഈ സർവശക്തൻ്റെ മുൻപിൽ കാൽക്കൽ വീണ് കമിഴ്ന്ന് കിടന്ന് അവനെ ആരാധിക്കണമെന്നുള്ളൊരു സെൻസ്, ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണത്. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർത്ത് ഞാൻ എങ്ങനെ നന്ദി പറയും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എന്നാ നടന്നേക്കണേ. എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ഓരോ ദിവസവും കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. ബോയിച്ചൻ്റെ പുസ്തകത്തിലേക്ക് ഒരു വട്ടം വായിച്ചതുപോലെ കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസങ്ങളും, ഒറ്റ ദിവസത്തെ കാര്യമല്ല പറയണത്, എല്ലാ ദിവസങ്ങളിലും കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ട് ഈ രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടത്തേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ പോവാത്തത്? 10 പേരല്ലേ സുഖപ്പെടുത്ത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ആ ദൈവം എന്ന് പറയുന്നിടത്തെ വാക്ക് സർവശക്തിയുള്ളവനെന്ന കർത്താവ് ഉപയോഗിച്ചേക്കണേ. എല്ലാ പ്രപഞ്ചത്തിൻ്റെയും അധിനാഥനായവന് മുൻപിലേക്ക് ഒന്ന് തിരികെ വന്നൊന്ന് മടങ്ങി വന്ന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും സാധിച്ചില്ലേ? നൊവേന കേന്ദ്രങ്ങളിലെ തിരക്ക് കണ്ടിട്ടുണ്ട്. ഒരു 9 ആഴ്ച നിരന്തരമായിട്ട് വരുന്ന ഒരാളെ 10-ാമത്തെ ആഴ്ച കാണുന്നില്ല. കാരണം അത് നേർച്ചയായിരുന്നു. ആ നേർച്ചയിൽ 9 ആഴ്ച കൃത്യമായിട്ട് വന്ന് പങ്കെടുത്തോളാം. അത് കഴിഞ്ഞ് ആ സമയങ്ങളിൽ തന്നെ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ, നിലവിളിയുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഈ നിലവിളി സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ നൊമ്പരം കാണുന്ന തമ്പുരാൻ ആ വാക്കുകളിലെ ഒരു വിഹ്വലതകൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുമെന്ന് പറഞ്ഞ് വരുന്ന ഓരോ മനുഷ്യരെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന തമ്പുരാൻ ഇവരുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ട് പിന്നീട് എന്തുകൊണ്ടാണ് തിരികെ അവർ വരാത്തത്? ഒരു നന്ദി പറയാനായിട്ട് പോലും
പിന്നെ അവരെ കാണാൻ കിട്ടുന്നില്ലല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ ആ ഗണത്തിൽ പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞേ, ഈ കർത്താവിന് തിരികെ വന്ന് നന്ദി പ്രകാശിപ്പിക്കുവാനും മാത്രമുള്ള ഒരു സേക്രഡ് സെൻസ് കിട്ടിയ ആ ഒരു വിജാതീയനെ കണക്ക് കർത്താവെ തന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കൃതജ്ഞതയോടുകൂടെ സർവശക്തനായ അവിടെ നിന്നാണ് എന്നെ പരിപാലിക്കുന്നതെന്നും അവിടെ നിന്നില്ലെങ്കിൽ, അവിടെ നിന്ന് മനസ്സായില്ലെങ്കിൽ എനിക്ക് ജീവൻ പോലും ജീവിതം പോലും അസാധ്യമാണെന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം, ആഴമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവനെ ഒന്ന് ആരാധിക്കാനായിട്ട്. ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവിടെ ഈ സമയം ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഭർത്താവ് ഇരിപ്പുണ്ടാവും അപ്പുറത്തെ മുറിയിലാണെങ്കിലും, മക്കൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെ കർത്താവ് എനിക്ക് തന്ന മക്കളെക്കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും കർത്താവ് എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടിരിക്കുന്നവരെ ഓർത്ത് നന്ദി പറയണം. അവരെ വഴിയായിട്ട് കർത്താവ് നമ്മളെ വഴി നടത്തിയതിനെ ഓർത്തും അനുഗ്രഹിച്ചതിനെ ഓർത്തും നന്ദി പറയണം. കുഞ്ഞുങ്ങളില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യർ വാവിട്ട് കരയുന്ന ഈ ലോകത്ത് ഇതുപോലെ മക്കളെ തന്നതിന് നന്ദി പറയണം. പറഞ്ഞാണെങ്കിൽ ലിസ്റ്റാണെങ്കിൽ ഒരുപാടുണ്ടെന്നേ. ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്നതിനടക്കമുള്ള ഒരു വലിയ കൃപ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. ധ്യാനം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്ന് അവിടുത്തെ വികാരിയച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കിപ്പോൾ എരിവ് അറിയാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ. കഴിക്കുന്ന ഭക്ഷണം ഒരു ചുവയുമില്ലാതെ ഒരു സ്വാദുമില്ലാതെ വെറുതെ വിഴുങ്ങി ഇറക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ടെന്ന് ഓർക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് എനിക്കിപ്പോൾ എത്രമാത്രം ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നതെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. നന്ദി പറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന്. നന്ദി ചൊല്ലി തീർക്കുവാനാണെങ്കിൽ ഈ ജീവിതവും പോരാ എന്ന് വെറുതെ വരിച്ചതല്ല ആ കുറികൾ, വെറുതെ കുറിച്ചതല്ല ആ വരികൾ. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് വലിയ കൃതജ്ഞതയോടുകൂടെ ജീവൻ തന്ന, ജീവിതം തന്ന ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് വലിയ കൃതജ്ഞതയോടെ ഇതേ ജീവിതം തിരികെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ആ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുന്നത് ഓർമ്മക്കുറവിന് ഏറ്റവും നല്ലതാണെന്ന് ഇടയ്ക്ക് ചില വൈദ്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഓർമ്മക്കുറവിന് മാത്രമല്ല, നന്ദിയോടുകൂടെ ജീവിക്കാതിരിക്കുന്ന മനുഷ്യനും ആ ഒരു ഓർത്തെടുക്കൽ ഏറ്റവും ഗുണം ചെയ്യും. ഒരു ദിവസം നടന്ന കാര്യങ്ങളിങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മൾ ഓർക്കണ നേരത്തെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം കരുതൽ, എത്രമാത്രം പരിപാലന, എത്രമാത്രം സ്നേഹം, എത്രമാത്രം ചേർത്ത് പിടിക്കൽ, എത്രമാത്രം സംരക്ഷണം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന്. അത് ഓർത്തെടുത്ത് നന്ദി പറഞ്ഞിട്ട് വേണം ഇന്നുറങ്ങാനായിട്ട്. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.